കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന CJ റോയുടെ മരണം അന്വേഷിക്കുന്ന കർണാടക SIT അവരുടെ അന്വേഷണം കേരളത്തിലോട്ട് വ്യാപിപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കർണാടക സർക്കാർ തന്നെ ഇത് ഒഫീഷ്യലായി സ്ഥിരീകരിച്ച റിപ്പോർട്ടാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ തന്നെ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിൻ്റെ കൊച്ചിയിലെയും തിരുവനന്തപുരത്തെ ഓഫീസിലൊക്കെ വിശദമായ പരിശോധന നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ കർണാടക SIT പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 3 കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പോൾ അവർ അന്വേഷണം കേരളത്തിലോട്ട് വ്യാപിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ഭൂമിയൊക്കെ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിൻ്റെ പേരിലുള്ളത് കേരളത്തിലാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം വരുന്നത് കേരളത്തിൽ നിന്നാണ്. അതായത് അവരുടെ ലാഭത്തിൻ്റെ 80% വരുന്നത് 70% വരുന്നത് കേരളത്തിൽ നിന്നാണ്. അതായത് അവർ കർണാടക ബേസ്ഡ് കമ്പനിയാണെങ്കിലും കൂടുതൽ ലാഭം കിട്ടുന്ന കേരളത്തിൽ നിന്നാണ്. മൂന്നാമതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇവരുടെ ഇൻവെസ്റ്റേഴ്സൊക്കെ ഈ CJ റോയ് തന്നെ പറയുന്നുണ്ട് അവർ ഡെപ്റ്റ് ഫ്രീ ഒരു ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണെന്ന്. അതൊരിക്കലും പോസിബിൾ അല്ല, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ഇൻവെസ്റ്റേഴ്സും കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് മലയാളികളാണ്, അതായത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ വിശദമായ വിവരങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ടും അതിലെന്തെങ്കിലും ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഇല്ലീഗൽ എന്തെങ്കിലും നടപടി നടന്നോ എന്നും അറിയാൻ വേണ്ടിയിട്ടാണ് കർണാടക SIT ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയൊരു ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ ഇത് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നൊരു കാര്യമല്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ ഏകദേശം 3000 കോടി രൂപയാണ് CJ റോയ് ഇവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവരുടെ ആസ്തി തന്നെ ഇപ്പം ഈ അടുത്ത പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഈ CJ റോയുടെ ഏകദേശം മൊത്തം ആസ്തി തന്നെ 10,000 കോടിയാണെന്ന് പറയുന്നത്. പക്ഷേ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത് ശരിക്കും കൈപ്പൊള്ളി എന്ന് CJ റോ തൻ്റെ ഡയറിയിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെയാണ് വിദേശത്ത് നിക്ഷേപിച്ചപ്പോഴാണ് കൈപ്പൊള്ളിയത്. അപ്പോൾ അവിടെ ഏകദേശം 10,000-12,000 കോടി രൂപയാണ് CJ റോയ് ദുബായിൽ നിക്ഷേപിച്ച് എന്നുള്ളൊരു റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം അൺഒഫീഷ്യൽ റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും കൂടുതൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത കൂടുതലും ആൾക്കാരും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഈ ലാലേട്ടൻ്റെ ഒരു 3,000-5,000 കോടിക്കടുത്ത് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് ഒരു കൺഫർമേഷനും ഇല്ല, സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് പല പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ അത് 50% സത്യമാണ്, 50% തെറ്റാണ്. അത് പല ആൾക്കാരും മുന്നോട്ട് വന്നിട്ട് പറയുകയാണ് അങ്ങനെയല്ല, CJ റോയ് എനിക്ക് നേരിട്ട് അറിയുന്നതാണ്, അപ്പോൾ റോയ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, റോയെ സംബന്ധിച്ചിടത്തോളം റോയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പല ആൾക്കാരൊക്കെ വന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതായത് ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ വന്ന ഒരു വാർത്ത പ്രകാരം അതായത് ഇന്ത്യയും UAE തമ്മിലൊരു കരാറുണ്ട്. അതായത് അവിടെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലും അവർക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അവർ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇയാളുടെ സോഴ്സ് എന്താണെന്ന് ശരിക്കും കാണിക്കണം. ഈ റോയ് തന്നെ ദുബായ് സർക്കാരിൻ്റെ അടുത്ത് UAE സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ബിസിനസ്സിൻ്റെ ലാഭമാണ് ആ ലാഭമാണ് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ കുറേ രേഖകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ രേഖകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു 10,000-12,000 കോടി രൂപയിൽ ഇങ്ങനെ പല സെലിബ്രിറ്റീസും രാഷ്ട്രീയക്കാരും അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ലാലേട്ടനാണ് എന്നുള്ള ഒരു റിപ്പോർട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലാലേട്ടൻ്റെ ഈ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും കോടി രൂപ എന്തായാലും സ്വാഹ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഴിഞ്ഞ ദിവസം ദുബായ് സർക്കാരിനെ നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പൗരൻ്റെ 1 രൂപ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരെ ഫുൾ ലൈസൻസ് കട്ടയിൽ മാത്രമല്ല അയാളെ പിടിച്ച് ആജീവനാന്തം ജയിലിലിടും. പിന്നെ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ പൈസയും അവിടെ എന്തൊക്കെ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതെല്ലാം റിക്കവർ ചെയ്യും ഈ സർക്കാർ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ പൊളിറ്റീഷ്യൻസിൻ്റെയൊക്കെ പൈസയും ഇതൊക്കെ വെച്ചിട്ടാണ് ഈ റോയ് അവിടെ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ ലാലേട്ടൻ ഇൻവെസ്റ്റ് ചെയ്ത ആ 3,000-5,000 കോടി രൂപ സ്വാഹ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കർണാടക SIT ഇങ്ങോട്ട് വരുന്നത്. അതായത് ഈ അടുത്ത കാലത്ത് റോയ് ഈ മാനസിക ആരോഗ്യത്തിന് വേണ്ടി ചികിത്സ തേടിയതായിട്ട് റിപ്പോർട്ടുണ്ട്. അതായത് മാസങ്ങളോളം ഇങ്ങനെ ഡോക്ടറെ അടുത്ത് കണ്ടിട്ട് ചികിത്സ തേടിയിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും നിക്ഷേപിച്ചത് അത് ലാലേട്ടനടക്കമുള്ള വൻകിട ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ആ ഇൻവെസ്റ്റ് തിരികെ ചോദിച്ചോ അതിൽ നിന്ന് പിന്മാറിയോ അങ്ങനെയുള്ള ഘട്ടത്തിൽ റോയ് എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായോ ആ ഒരു ആംഗിളിലാണ് ഇപ്പോൾ കേരളത്തിലോട്ട് ഇപ്പോൾ SIT അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. അതായത് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ മലയാളികളാണ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും അതിൻ്റെ രേഖകൾ ഉണ്ടാകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പം ഒരു കാര്യം പറയാം, ഇപ്പോൾ പല പേരുകളും ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ആ ഒരു മേഖലയെ നോക്കുകയാണെങ്കിൽ പല പേരുകളും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. ഇപ്പോൾ ഇവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് അതൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ കോൺട്രവേഴ്സി ആകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ കർണാടക സർക്കാർ അതിന് മുതിരുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നേരത്തെ തന്നെ
ഈ DK ശിവകുമാറിൻ്റെ പേരൊക്കെ വലിയ രീതിയിൽ CJ-യുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓരോ അല്ലെങ്കിൽ ലിങ്കുകൾ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ എന്നുണ്ടല്ലോ കർണാടകയിൽ അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ DK ശിവകുമാറിൻ്റെ പേരൊക്കെ വെച്ചിട്ട് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ കർണാടക ഭരിക്കുന്നവരായതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകളൊന്നും വന്നില്ല. പക്ഷേ അതാണ് പറയുന്നത്, കർണാടക സർക്കാർ ഭരിക്കുമ്പോൾ ഇപ്പോൾ ഇലക്ഷൻ എടുത്ത സമയത്ത് രാഷ്ട്രീയക്കാരുടെ പേരുകൾ പുറത്തു വരുമെന്ന് സംശയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കോൺഗ്രസ്സുകാരുടെ പേരുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ഇൻ കേസ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അത്തരത്തിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ കോൺഗ്രസ് നേതാക്കൾ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പേര് പുറത്തു വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി എന്ന് സംസ്ഥാനം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, അങ്ങനെ പറയുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അതിന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനൊക്കെ ഒരു സീക്രസി ആവശ്യമാണ്. ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ആരെന്ത് ചെയ്യുന്നതൊക്കെ, അതായത് ഒരു സംസ്ഥാനമാകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതായത് പൊളിറ്റീഷ്യൻ ആയാലും അവരേൽ കാശ് എങ്ങനെയാണ് അനധികൃതമായിട്ട് ആണെങ്കിൽ അതിവിടെ ഇൻകം ടാക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അതായത് കൂടുതൽ ആൾക്കാർക്ക് പണി കിട്ടുന്നു, സർക്കാരിനും വരുമാനം വരുന്നു. അപ്പോൾ സർക്കാർ ഒരു തരത്തിലും അത്തരത്തിൽ അതായത് വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇലക്ഷൻ എടുത്ത സമയത്ത് ഇങ്ങനെ ഗിമ്മിക്കുണ്ടെങ്കിൽ എന്താ പിണറായി വിജയൻ കളിച്ചാൽ മാത്രമേ ഈ കോൺഗ്രസ്സുകാരുടെ വിവരങ്ങൾ പുറത്തു വരൂ. പക്ഷേ എന്ത് തന്നെയാലും ഇവിടെ ഈ ലാലേട്ടൻ്റെ പേര് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ലാലേട്ടൻ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ ചെയർമാൻ്റെ അതായത് അവർ തമ്മിൽ വലിയ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ്. ലാലേട്ടൻ തന്നെ കാസിനോ എന്ന് പറയുന്നത് ഒരു പൊളിഞ്ഞ പടമാണെങ്കിൽ പോലും വലിയ രീതിയിൽ കോടികൾ മുടക്കിയാണ് ആ പടം പിടിച്ചിരിക്കുന്നതും ഈ വിദേശ രാജ്യങ്ങളടക്കം വലിയ രീതിയിലുള്ള ഇതൊക്കെ സെറ്റൊക്കെ ഇട്ടിട്ട് അത്രയും അവിടെയൊക്കെ പോയിട്ടാണ് അതൊക്കെ ചിത്രീകരിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ചില അലിഗേഷൻ ഉണ്ടായിരുന്നു. അതായത് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊട്ടപ്പടം എടുത്തിട്ട്, അത് മോശം പടം എടുത്തിട്ട് കുറേ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പടം എടുത്തതെന്നുള്ള അലിഗേഷൻസൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു സോഷ്യൽ മീഡിയ പ്രചരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് ലാലേട്ടനെ സമ്പാദിച്ച മുഴുവൻ സ്വത്തുക്കളും അതിന് നല്ലൊരു പങ്കും ഈ CJ റോയുടെ ഗ്രൂപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള തിയറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരും ദിവസങ്ങൾ പുറത്തു വരും കേട്ടോ. അതായത് ഈ എത്രത്തോളം ഇങ്ങനെ കർണാടക SIT ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പുറത്തു വിട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടാവും. ഇപ്പോൾ ഒന്നാമത് ഇലക്ഷൻ എടുക്കുന്ന സമയമാണ്. അതിന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ പാർട്ടികളും ഒരവസരം കാത്തു കിടക്കുകയാണ് എല്ലാ പാർട്ടികളും. അപ്പോൾ അതിങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ എന്താ പറയുക ഇങ്ങനെ തക്കം പാർത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളൊക്കെ. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന് ദുബായിലും അവിടെയൊക്കെ പല രീതിയിലുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ടലിൻ്റെ ആയാലും പല സ്ഥലത്തും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതായത് ഇത്രയും കോടികൾ സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടേ? അപ്പോൾ വെറുതെ ചുമ്മാ ബാങ്കിൽ വെച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ സാധാരണ എല്ലാ സെലിബ്രിറ്റീസും എല്ലാ ആൾക്കാരും ചെയ്യുന്ന മാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടനും ചെയ്തത്. അപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ ഈ CJ റോയുടെ ഈ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. പുള്ളി അധ്വാനിച്ചുണ്ടാക്കി തന്നെയാണ്, അതായത് ടാക്സ് കൊടുത്ത പൈസ തന്നെയാണ്. പക്ഷേ പുള്ളിക്ക് ഇവിടെ വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതായത് ആ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇപ്പോൾ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഈ ദുബായ് UAE സർക്കാർ തന്നെ, അതായത് അവിടെ ഇയാൾ ഇല്ലീഗലായിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ പൈസ കൊണ്ടുവന്നതെന്നും അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ പൗരന്മാർക്ക് പ്രശ്നങ്ങളുണ്ടായെന്നും അതുകൊണ്ട് ഈ ഇവരുടെ പ്രോപ്പർട്ടീസ് ഫുള്ള് റിക്കവർ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ വരും ദിവസങ്ങൾ പുറത്തു വരും. ഒഫീഷ്യലായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഒന്നും വന്നില്ല. അപ്പോൾ ദുബായിൽ നിന്നുള്ള ചില ഓൺലൈൻ മീഡിയകളൊക്കെ, അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയകളൊക്കെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പടച്ചുവിടുന്നത്. സത്യാവസ്ഥ വരുന്ന ദിവസങ്ങൾ എന്തായാലും പുറത്തു വരും. പക്ഷേ എന്തായാലും ഒരു ലോ ഉണ്ട്, ഇന്ത്യയും UAE ലോ ഉണ്ട്. അവിടെ ആരെങ്കിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടുത്തെ ഒരു പൗരൻ്റെ ഒരു രൂപ പോലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ പൗരൻ കോടതിയിൽ പോയി കഴിഞ്ഞാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. അതായത് ആരാണോ നിങ്ങളെ പറ്റിച്ചത്, അവരെ ഏത് ഇൻവെസ്റ്ററാണ്, ഏത് മുതലാളിയാണ് നിങ്ങളെ പറ്റിച്ചത്, അയാളെ ഫുൾ സ്വത്തും പിടിച്ചെടുക്കാനുള്ള ലോ ദുബായിലുണ്ട്, UAE അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് UAE സർക്കാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ 3000-5000 കോടി മാത്രമല്ല ഇവിടെ കൂടെ ഒരുപാട് പൊളിറ്റീഷ്യൻസിൻ്റെ അടക്കം നിക്ഷേപം പോകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, നമുക്ക് ഇത്ര കൈപൊള്ളിയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആരും ഇതുമായിട്ട് കോടതിയിൽ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വരണം. ആ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.